യമനിലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഗോത്ര നേതാക്കൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഈ ഗോത്ര നേതാക്കൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ദയാദാനം സ്വീകരിക്കുന്നതിലും നിരസിക്കുന്നതിലുമെല്ലാം ഈ ഗോത്ര വ്യവസ്ഥയുടെ സ്വാധീനം പ്രധാനമാണ്. പലപ്പോഴും ദയാദാനം സ്വീകരിക്കാൻ കുടുംബവും ഗോത്രവും വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ കുടിപ്പകയിലേക്ക് മാറാറുമുണ്ട്. നിമിഷപ്രിയയുടെ കേസിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദയാദാനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ്. ഇത് നിർണായകമാണ്. കാരണം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ദയാദാനം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാനും വധശിക്ഷയിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. എന്നാൽ മെഹദിയുടെ കുടുംബം ദയാദാനം വാങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നിടത്താണ് പ്രശ്നം. മുഴുവൻ കുടുംബവും അംഗീകരിക്കണം എന്നതാണ് ചട്ടം. മുഴുവൻ കുടുംബം എന്നാൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, കസിൻസ് തുടങ്ങിയവരെല്ലാം പെടും. ഓരോ ഗോത്രവിഭാഗത്തിന് ഓരോ ചട്ടങ്ങളുണ്ട്. അതനുസരിച്ച് ഉൾപ്പെടുന്ന ബന്ധുക്കളിലും മാറ്റം വരും. കൂടാതെ മരിച്ചയാളുടെ അനന്തരാവകാശികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നതും പ്രധാനമാണ്. ഇവർക്കെല്ലാം പുറമെയാണ് ഗോത്ര നേതാക്കളുടെയും കാരണവന്മാരുടെയും സമ്മതം. പ്രതീക്ഷ കൈവിടാതെ പ്രേമകുമാരി യമനിൽ തുടരുന്നുണ്ട്. നിമിഷപ്രിയ കേസിൻ്റെ നാൾവഴികൾ ഗോത്രത്തിനകത്ത് മാത്രമല്ല,